നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ചെറുതായിട്ട് ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പും ഉയരുകയാണ് ഉണ്ടായത്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായി മാറിയത് ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, വിപ്രോ, HCL ടെക് തുടങ്ങിയവയാണ്. നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സായി മാറിയത് ഭാരതി എയർടെൽ 1.5%, അദാനി പോർട്സ്, HDFC ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ്. ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നവംബർ മാസത്തിൽ 35,943 കോടി രൂപയുടെ ഇൻഫ്ലോയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിമാസ അടിസ്ഥാനത്തിൽ 14% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഫ്രാൻസ് മാർക്കറ്റും UK മാർക്കറ്റും ഇടിവിലാണ്. ജർമ്മൻ മാർക്കറ്റ് മാത്രമാണ് ഇപ്പോൾ പോസിറ്റീവിലുള്ളത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡായ അവസ്ഥയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ ആഴ്ച വലിയ ഇടിവിലേക്ക് പോയ കൊറിയൻ മാർക്കറ്റ് കോസ്പി ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്. 2.5% ഇന്ന് ഉയർന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വലിയ ഒരു ട്രേഡിംഗ് ഓഫറാണ് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത്. ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും 50% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ നൽകുന്നത്. സ്റ്റുഡൻസിന് രാവിലെ 9 മണി മുതൽ 3:30 വരെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ അവിടെ നിന്ന് നൽകുന്നതാണ്. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 9 പോയിന്റ്സ് ഇടിഞ്ഞപ്പോൾ സെൻസെക്സ് 2 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 137 പോയിന്റ്സ് ഉയർന്നു. IT സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടും അവർ മാറി. HCL ടെക്, വിപ്രോ, ഇൻഫോസിസ് എന്നിവ 1% ഉയർന്നു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം IGL ആണ്. 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകാൻ IGL ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു. അടുത്തത് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയാണ്. കൊട്ടാക് ഇക്വിറ്റീസ് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയെ ആഡ് എന്ന റേറ്റിംഗിലേക്ക് മാറ്റിയിരിക്കുന്നു. 11% അപ്സൈഡാണ് ഏജൻസി കാണുന്നത്. അടുത്തത് NBCC എന്ന കമ്പനിയാണ്. ഒഡീഷ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് NBCCക്ക് 432 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അടുത്തത് ത്രിശക്തി ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിക്ക് ജിൻഡാൽ ഫെറൂസിൽ നിന്ന് 270 ലക്ഷം രൂപയുടെ കരാർ ലഭിച്ചു. അടുത്തത് HDFC ലൈഫ് ഇൻഷുറൻസ്. കമ്പനി ഭീമ സുഗമയിൽ 660 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. നിഫ്റ്റിയിലേക്ക് 24,610 9 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഒരു നാരോ റേഞ്ചിലായിരുന്നു നിഫ്റ്റിയുടെ ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. ഡെയിലി ക്യാൻഡിൽ ഒരു ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബിയറിഷ് ഹാമർ കാൻഡിലിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 3 ദിവസമായിട്ട് ബിയറിഷ് വോളിയത്തിൽ ചെറിയ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ട്. 3 ദിവസമായിട്ട് സൈഡ് വൈസ് ആണെങ്കിലും
വലിയ വീക്ക്നെസ് ഒന്നും ഇപ്പോഴും കാണുന്നില്ല. ഡൗൺ സൈഡിൽ 24,500 മുതൽ 24,550 വരെയുള്ളത് ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കുക. അപ്പ് സൈഡിലേക്ക് വന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 24,850 ശ്രദ്ധിക്കുക. ഇനി നിഫ്റ്റിക്ക് ഒരുപക്ഷെ 24,850 കംഫർട്ടബിൾ ആയിട്ട് ക്രോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 25,000 ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് 24,500 മുതൽ 24,550 വരെയുള്ളത് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യമായി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 24,500 ലെവലിൽ ടച്ച് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,600 സ്ട്രൈക്കിൽ 16% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 35% വർധനവ്. 24,550 സ്ട്രൈക്കിൽ 36% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 71% വർധനവ്, നേരെ ഡബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 24,650 സ്ട്രൈക്കിൽ 2.5% വർധനവ് മാത്രമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 18% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് ശക്തി കുറവാണെന്നും കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നും കാണാൻ കഴിയും. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 26,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,300 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,577 169 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 53,900 എന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരുപക്ഷെ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 54,350 വരെയൊക്കെ ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നതുമാണ്. മൊമെൻറ്റം ഇൻഡിക്കേറ്ററുകളായ RSIയും MACDയും പോസിറ്റീവ് ബയാസിലാണുള്ളത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 54,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 55,000 സ്ട്രൈക്കിലും അതിനുശേഷം 56,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഇതോടെ 7 ആഴ്ചത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ലെവലിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോൾ ഉള്ളത്. 13.78-ൽ 2.34% ഇടിഞ്ഞത്. ഇനി നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ട 2 സ്വിംഗ് സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചിട്ടുണ്ട്. 1123 മുകളിൽ ഒരു എൻട്രിക്ക് നമുക്ക് സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് 1200 സെക്കൻഡ് ടാർഗറ്റായി 1280 കാണാവുന്നതാണ്. കൂടാതെ സ്റ്റോപ്പ് ലോസ് 985 നമുക്ക് വയ്ക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് EID പാരിയാണ്. സ്റ്റോക്കിൽ ഈ ഒരു കാണുന്ന ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചിട്ടുണ്ട്. 926 മുകളിൽ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. 1050 ഇതിലെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാൻ കഴിയുന്നത് 850. ഇവിടെ ഈ പറഞ്ഞ സ്റ്റോക്കുകളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായി ആ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിൽ എൻ്റർ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീരുമാനിക്കുക. ഇന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യം ത്രിവേണി എഞ്ചിനീയറിംഗ് ആണ്. ഡിസംബർ 5-ാം തീയതി 426-ൽ എൻട്രി എടുത്ത് 481 വരെ അപ്പായി. 11.5% നമുക്ക് കേവലം 4 ദിവസം കൊണ്ട് ലഭിച്ചത്. കൂടാതെ ടാർഗറ്റ് 440. മറ്റൊരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ആയിരുന്നു. ഡിസംബർ 6-ാം തീയതി 744.5-ൽ നിന്നും 781.3 വരെ അപ്പായി. 4.7% കേവലം 3 ദിവസം കൊണ്ടാണ് ലഭിച്ചത്. ടാർഗറ്റായി 765 ഫിക്സ് ചെയ്തിരുന്നത്. മറ്റൊരു സ്റ്റോക്ക് MOIL ആയിരുന്നു. ഡിസംബർ 5-ാം തീയതി 348-ൽ നിന്നും 368 വരെ അപ്പായി. 5.6% സ്റ്റോക്ക് ഉയർന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഇതിനോടകം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ടാർഗറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.